നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇൽക്കൈ ഗുണ്ടോഗനെ ബാഴ്സലോണ പറഞ്ഞു വിടുകയാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ട് തിരികെ സിറ്റിയിലേക്ക് എത്തിയേക്കും. ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഗുണ്ടോഗൻ്റെ ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത്. പെപ് ഗാർഡിയോള അദ്ദേഹത്തിന് തിരികെ വരവിൽ ഓക്കെയാണ്. ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ സിറ്റി തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഗുണ്ടോഗൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് മാഞ്ചസ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്ത വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. പോയ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ഗുണ്ടോഗൻ, ബാഴ്സലോണയുടെ ഒരു പക്ഷേ പോയ സീസണിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഗുണ്ടോഗനായിരിക്കും. ആ ഗുണ്ടോഗനെ പോലും നിലനിർത്താൻ ബാഴ്സലോണക്കാവുന്നില്ലെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ബാഴ്സലോണ ഗുണ്ടോഗനെ പറഞ്ഞു വിടുന്നത് ശരിയായ മൂവാണോ അതല്ല വലിയൊരു എററാണോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. നമ്മളത് പരിശോധിക്കുകയാണ്. അതിനു മുമ്പ് ബാഴ്സ ആരാധകരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നോക്കാം. ബാഴ്സലോണയെ പിന്തുണക്കുന്ന ഒരു ഒരു ട്വിറ്റർ ഹാൻഡിലിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പോസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. ഗുണ്ടോഗനെ കുറിച്ചാണ്. അദ്ദേഹം ബാഴ്സലോണയിലേക്ക് വന്നത് മറ്റാരും വരാൻ ധൈര്യപ്പെടാത്തൊരു സമയത്താണ്. മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹം വിടുന്നത് എല്ലാം നേടിയിട്ടാണ്, ട്രിപ്പിൾ നേടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിലേക്കാണ് ഞാൻ എത്തുന്നത് എന്ന്. അദ്ദേഹം അങ്ങനെയാണ് ബാഴ്സലോണയെ പരിഗണിച്ചിരുന്നത്. പോയ സീസണിൽ ഏറ്റവും മികച്ച താരം ഗുണ്ടോഗൻ തന്നെയായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക്സ് ഫോർ എവറിത്തിങ് ഗുണ്ടോഗൻ, വി ഡോണ്ട് ഡിസേർവ് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ബാഴ്സയുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അതാണ്. ഗുണ്ടോഗനെ പറഞ്ഞു വിട്ടാൽ അവിടെ ആ ഒരു സാലറി സ്പേസ് അവർക്ക് ഓപ്പണായി കിട്ടും. അതുവഴി ഡാനി ഓൾമോയെ രജിസ്റ്റർ ചെയ്യാം. ഇതാണ് ഇപ്പോൾ ആകെ നടക്കുന്ന കാര്യം. ചിലരൊക്കെ പറയുന്നുണ്ട് ഇഞ്ചുറി പ്രോണായിട്ടുള്ള പെഡ്രിയെ പോലെയുള്ളവരെ ടീമിൽ നിലനിർത്തുകയും ഗുണ്ടോഗനെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു താരത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ശരിയാണ്. 33 വയസ്സായി. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ബാഴ്സയ്ക്ക് ആവശ്യമായിരുന്നു. അതാണ് ഇവിടെ ബാഴ്സലോണ കളഞ്ഞു കുളിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ബാഴ്സലോണ പാർട്ടിങ് വേയ്സ് വിത്ത് ഗുണ്ടോഗൻ, ദി റൈറ്റ് മൂവ് ഓർ എ ഗ്രേവ് എറർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം വായിച്ചപ്പോൾ അതിലുള്ള കുറേ പോയിൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നി. നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ബാഴ്സലോണ വീണ്ടും ഓരോ സമ്മറിലും താരങ്ങളെ കൊണ്ടുവരുന്നു. അടുത്ത സമ്മറിൽ അവരെ വിൽക്കുന്നു. പിന്നെ കൊണ്ടുവരുന്നവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നേരത്തെ ഉള്ളവരെ ഒഴിവാക്കി സ്പേസ് ഫ്രീ അപ്പ് ചെയ്ത് ഇപ്പോഴും 1:1 റൂളിലല്ല ബാഴ്സയിൽ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ ബാഴ്സലോണയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. നിക്കോ വില്യംസിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. നടന്നോ? ഇല്ല. ഇപ്പോൾ പറയുന്നു റാഫേൽ ലിയാവോയെ കൊണ്ടുവരാൻ പോവുകയാണെന്ന്. മുണ്ടോ ഡിപ്പോർട്ടിവോയൊക്കെ വാർത്ത കൊടുത്ത് നമ്മൾ കണ്ടു. പക്ഷെ വലിയ തുക AC മിലാൻ ചോദിക്കുന്നു. കൊടുക്കാൻ ബാഴ്സക്കാവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് നടന്നേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ബാഴ്സലോണയുടെ ആരാധകരുമുള്ളത്. സോ ബാഴ്സലോണ ഇപ്പോൾ ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നത് അവരുടെ വേജ് ബില്ല് ഓക്കെ ആക്കുന്നതിന് വേണ്ടി, അതായത് ഡാനി ഓൾമോയെ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി വേജ് ബില്ല് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നത് അവരുടെ പോയ സീസണിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെയാണ്. നോക്കുക, ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഹെഫ്റ്റി ഏണേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ ഫ്രങ്കി ഡിയോങ്, റഫീഞ്ഞ, ഫെറാൻ ടോറസ് ഇവരെല്ലാവരും ക്ലബിൽ നിന്ന് പുറത്തു പോയേക്കുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകളുണ്ടായിരുന്നെങ്കിലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. അതനുസരിച്ചാണ് വരും മണിക്കൂറുകളിൽ ഇൽക്കൈ ഗുണ്ടോഗൻ ബാഴ്സലോണ വിട്ട് സിറ്റിയിലേക്ക് തന്നെ ചേക്കേറുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. സിറ്റി ഓക്കെയാണ്, പക്ഷേ ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഗുണ്ടോഗൻ്റെ ഭാഗത്ത് തന്നെയാണ് ലഭിക്കേണ്ടത്. അദ്ദേഹത്തിന് മറ്റ് ഇടങ്ങളിൽ നിന്നും ഓഫറുകളുണ്ട്. അത് ഇപ്പം തുർക്കിയിൽ നിന്നും അതുപോലെ ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് ഓഫറുകളുണ്ട്. സോ അദ്ദേഹം സിറ്റിയിലേക്ക് തന്നെ പോയേക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം വിട്ടു പോകുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ
നോക്കാം നമുക്ക്. ഒന്ന്, ബാഴ്സലോണ ചെയ്യാൻ പോകുന്നത് ലെറ്റിംഗ് ഗോ ബാഴ്സലോണാസ് മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് പെർഫോമർ. പോയ സീസണിൽ ബാഴ്സയുടെ ഏറ്റവും കൺസിസ്റ്റൻറ്റ് പെർഫോമർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗുണ്ടോഗൻ എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഗുണ്ടോഗൻ ഒരു സീസണിൽ മിന്നും പ്രകടനം നടത്തിയിട്ട് അടുത്ത സീസണിൽ പറഞ്ഞു വിടേണ്ട അവസ്ഥ. ബാഴ്സലോണയുടെ പോയ സീസണിലെ പോസിറ്റീവുകളിൽ ഒന്ന് എന്ന് പറയും, വെരി ഫ്യൂ പോസിറ്റീവ്സാണ്, അതിലൊന്ന് തീർച്ചയായിട്ടും ഇൽക്കൈ ഗുണ്ടോഗൻ്റെ ആ ഒരു എബിലിറ്റി തന്നെയാണ്. ഷീർ ബ്രില്യൻസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി. അദ്ദേഹം കളിച്ചത് നോക്കുക, ബാഴ്സലോണ കളിച്ച 53 മത്സരങ്ങളിൽ 51ലും അദ്ദേഹം കളിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ ഗെയിം IQ, ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി, ഇതെല്ലാം ഗുണ്ടോഗന് മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പെഡ്രി, ഗാവി, ഫ്രങ്കി ഡിയോങ് ഇവരെല്ലാവരും പല ഘട്ടങ്ങളിൽ ഇഞ്ചുറിയും മറ്റുമൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ റോളുകളൊക്കെ ഫില്ല് ചെയ്തിരുന്നു ഇൽക്കൈ ഗുണ്ടോഗൻ. അങ്ങനെയുള്ളൊരു താരത്തെ ബാഴ്സലോണക്ക് റിലേ ചെയ്യാവുന്നൊരു താരത്തെയാണ് ഒഴിവാക്കുന്നത്. സോ അതൊരു പ്രശ്നമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിന്നിങ് മെൻറ്റാലിറ്റിയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ബാഴ്സലോണക്ക് നഷ്ടമാകുന്നു. ബാഴ്സലോണ ലൂസ് ഹിസ് എക്സ്പീരിയൻസ് ആൻഡ് വിന്നിങ് മെൻറ്റാലിറ്റി. ഇപ്പോൾ പറയുന്നു ലാമാസിയയിൽ നിന്നുള്ള യുവതാരങ്ങൾ മികച്ചവരാണ്, അവർക്ക് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമൊക്കെ ശരിയാണ്. 17 വയസ്സുള്ള 3 താരങ്ങളെ കളിപ്പിച്ചു, അത് റെക്കോർഡാണ് എന്നൊക്കെ അഭിമാനിക്കുമ്പോൾ അവരോടൊക്കെ ഒപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളൊരു താരം വേണം. അതായിരുന്നു ഇൽക്കൈ ഗുണ്ടോഗൻ. ആ ഇൽക്കൈ ഗുണ്ടോഗനെ പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായിട്ടും ടീമിനത് വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഇതുകൊണ്ടുള്ള ബാഴ്സലോണക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ സാലറി ബുക്സിലെ ആ ഒരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പരിധിവരെ ഇതിലൂടെ കഴിയും. അദ്ദേഹത്തിന് വലിയ സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ ഡാനി ഓൾമോയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മറ്റൊരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് മോർ ഗെയിൻ ടൈം ഫോർ യങ് ടാലൻസിന് കൂടുതൽ ഗെയിൻ ടൈം കൊടുക്കാൻ പറ്റും. ഇൽക്കൈ ഗുണ്ടോഗനെ പോലെ 33 വയസ്സുള്ളൊരു താരത്തെ കളിപ്പിക്കാതെ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് വാദത്തിനായിട്ടൊരു പോസിറ്റീവായിട്ട് പറയാം. പക്ഷേ കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുമ്പോൾ ക്ലബിൻ്റെ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡിസിഷനല്ല, ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. മാനേജ്മെൻറ്റിന് ആ ഒരു വേജ് ബില്ലിലെ സ്പേസ് ഫ്രീ അപ്പ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൽക്കൈ ഗുണ്ടോഗൻ മിസ്റ്റർ ഡിപ്പെൻഡബിൾ ആയിരുന്നു. അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സ്കേപ്പ് ഗോട്ടാക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ബാഴ്സലോണയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒഴിവായി പോകാൻ തയ്യാറായി എന്നുള്ളിടത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. കാരണം കുഞ്ഞുനാളിലെ ബാഴ്സലോണയെ അദ്ദേഹം അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു അവസരം ലഭിച്ചപ്പോൾ ഓടി ബാഴ്സലോണയിലേക്ക് അദ്ദേഹം എത്തിയത്. ബാഴ്സയുടെ സ്ഥിതി അത്ര മികച്ചതല്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം വന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും എവിടേക്കാണ് ബാഴ്സലോണയുടെ ഈ പോക്ക് എന്ന കാര്യത്തിൽ ആരാധകർക്ക് തീർച്ചയായിട്ടും നല്ല ആശങ്കയുണ്ട്. അവർ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിൽ ഡെക്കോ അതുപോലെ ലപ്പോട്ട തുടങ്ങിയവരിലുള്ള വിശ്വാസമൊക്കെ പലർക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് അവർക്കെതിരെയുള്ള ചാൻറ്റുകളിലൊക്കെ വളരെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ഒരു സീസണിൽ നോക്കുക, ബാഴ്സലോണ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ലൂയിസ് ഡയസ്, റാഫേൽ ലിയാവോ ഇവരെ എല്ലാവരെയും ബാഴ്സലോണയ്ക്ക് നഷ്ടപ്പെട്ടത് ഡ്യൂ ടു ക്ലബ്സ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. ഇതിൽ നിന്നുള്ളൊരു മാറ്റം എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ ആരാധകർക്ക് വീണ്ടും നിരാശയായിരിക്കും ഫലം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.